നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. പണത്തിൻ്റെ പ്രതാപം കാട്ടി പാവങ്ങളെ വല്ലാതെ ദ്രോഹിച്ച പണക്കാർ, അധികാരത്തിൻ്റെ മത്ത് തലക്ക് പിടിച്ച ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയത്തിൻ്റെ മറവിൽ അഴിമതി കാണിക്കുന്ന നേതാക്കൾ, ഇവരെയെല്ലാം വല്ലാതെ ഭയപ്പെടുത്തിയിരുന്ന ഒരു വനിതയുണ്ടായിരുന്നു 1980 കാലഘട്ടത്തിൽ. ആ വനിതയുടെ പേരാണ് നക്സൽ അജിത എന്നറിയപ്പെടുന്ന കെ അജിത. അജിത ഇന്ന് നക്സലൊന്നുമല്ല. ആ വിപ്ലവീര്യം ഇന്നും കെടാതെ പക്ഷേ മനസ്സിലുണ്ട്. അതവർ തിരിച്ചുവിട്ടിരിക്കുന്നത് സ്ത്രീ വിമോചനത്തിലേക്കാണെന്ന് മാത്രം. തൻ്റെ പഴയ കനൽ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് കെ അജിത. പഴയ കാലഘട്ടം, ഞാൻ എൻ്റെ വളരെ ചെറുപ്പ കാലഘട്ടത്തിലാണ് ഞാൻ വിപ്ലവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ കുന്നിക്കൽ നാരായണൻ നക്സൽബാരി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണെന്ന് ഞാൻ പറയും. അമ്മ മന്ദാകിനി നാരായണൻ, അവർ ഒരു ഗുജറാത്തിയാണ്. ഗുജറാത്തി ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു. ഞങ്ങൾ കോഴിക്കോട് കുന്നിക്കൽ തറവാട്ടിലാണ് ജീവിച്ചത്. കുന്നിക്കൽ തറവാട്ടിൽ കുറേ ആളുകളുണ്ടായിരുന്നു, കുറേ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലാണ് ജീവിച്ചത്. ഞാൻ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു SLC പീരീഡ് എത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു എൻ്റെ അച്ഛനെ ജയിലിൽ പിടിക്കുകയൊക്കെ ചെയ്ത സംഭവമുണ്ട്. ഈ കേരള ബന്ദ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ. ആ കാലഘട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അച്ഛനെ ജയിലിൽ പിടിച്ച സമയത്ത് എല്ലാ CPM-കാരെയും പിടിച്ചിരുന്നു. അന്നത്തെ മാസിച്ചാരൊക്കെ പിടിച്ചിരുന്നു, നേതാക്കന്മാരെയൊക്കെ പിടിച്ചിരുന്നു. പക്ഷെ ഇവരെയൊക്കെ ജാമ്യത്തിലെടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ മാത്രം ആരും ജാമ്യത്തിലിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളെ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ എനിക്ക് വല്ലാതെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. പിന്നെ ചൈനയിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലെ നക്സൽബാരി വിപ്ലവം വരികയും ചൈനയിൽ നിന്നും അതിന് പ്രോത്സാഹനം വരികയും ഒക്കെ ചെയ്ത പീജിംഗ് റേഡിയോ, ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ പീക്കിംഗ് ഡെയിലിയുടെ മുഖപ്രസംഗമൊക്കെയാണ് പിന്നീട് കേരളത്തിൽ ഇളക്കി മറിച്ച കുറേ സംഭവങ്ങൾ. അതിന് ശേഷം ഞാൻ അന്ന് SSLC കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുന്നു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയി. കോഴിക്കോട് പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് എനിക്ക് പിന്നെ പഠിക്കാനുള്ള മൂഡില്ല, പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള താല്പര്യമാണ് ഉണ്ടായത്. അങ്ങനെ 15 ദിവസമേ ഞാൻ സെക്കൻഡ് ഇയർ പോയിട്ടുള്ളൂ. അങ്ങനെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. പിന്നെയാണ് തലശ്ശേരി പുൽപ്പള്ളി ആക്ഷനിലേക്ക് ഇറങ്ങുന്നതും. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എൻ്റെ ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജയിൽവാസമാണ്. വിചാരണ കാലഘട്ടത്തിൽ ഞാനൊരു 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു. 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. 1 വർഷം ഞാൻ ജാമ്യത്തിലായിരുന്നു. അതിനുശേഷം, അതായത് ജസ്റ്റിസ് PR കൃഷ്ണയ്യരാണ് അന്ന് ജഡ്ജിയായിരുന്നത് വെക്കേഷൻ കോടതിയിൽ. അദ്ദേഹമാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും ജാമ്യം തന്നത്. ജാമ്യം തന്നിട്ട് ഞങ്ങൾ 1 കൊല്ലം അതിലുണ്ടായിരുന്നു. അപ്പോഴാണ് തിരുനെല്ലി സംഭവം, വർഗീസിൻ്റെ വധം ഒക്കെ നടക്കുന്ന ആ കാലഘട്ടം. അപ്പോഴും ഞാൻ മൂവ്മെൻ്റായിട്ട് ബന്ധം വെച്ചുകൊണ്ടിരുന്നു. പോലീസിനതറിയാലോ. അങ്ങനെ എന്നെ വീണ്ടും എൻ്റെ ജാമ്യം ക്യാൻസലാക്കി ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ആ സെഷൻസ് കോടതി 5 വർഷം വിധിച്ച വിധി എല്ലാം കൂടി പിന്നെ ഹൈക്കോടതി അത് എൻഹാൻസ് ചെയ്തു, ജീവപര്യന്ത ശിക്ഷയായി. അച്ഛൻ ആണ് എൻ്റെ എന്താ പറയുക ഇൻസ്പിറേറ്റർ. ഇതിലുള്ള ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും അച്ഛൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. അച്ഛനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ ആക്ഷനിലും പങ്കെടുക്കുന്നതിൽ, ഗ്രൂപ്പ് തീരുമാനിക്കുന്ന ഓരോ ആക്ഷനിലും പങ്കെടുക്കുന്നതിൽ അച്ഛന് പിന്നെ എനിക്ക് പങ്കെടുക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ജീവപര്യന്തം തടവ് ശിക്ഷ ഞാൻ എനിക്ക് വിധിച്ചല്ല, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഗ്രൂപ്പിന് മൊത്തം വിധിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഒരു 7.5 വർഷത്തോളം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. കോഴിക്കോട് ഡിസ്ട്രിക്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്.
കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നുണ്ട്, തിരുവനന്തപുരം സെൻട്രലിൽ. അതിനുശേഷം ജയിൽവാസം എന്നെ വിട്ടയക്കുന്നത് ആൻ്റണി സർക്കാരാണ്. അത് മൊറാർജി ദേശായിൻ്റെ അന്നത്തെ ജനതാ കാലഘട്ടത്തിൽ ആ ഗവൺമെൻറ് വന്നപ്പോൾ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്ന ഒരു വേവ് വന്നു ഇന്ത്യയിൽ. ആ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട്, ഇൻറ്റേർണൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അപ്പോഴാണ് എന്നെ വിട്ടയക്കുന്നത്. എന്നെ മറ്റു തടവുകാരോടൊപ്പം തന്നെ വിട്ടയക്കുന്നു. 77 എന്നെ വിട്ടയക്കുന്നത്. 79 അച്ഛൻ മരിക്കുന്നു. അപ്പം അച്ഛനപ്പോഴത്തേക്ക് എന്തായെന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് കിട്ടിയ ഒരു മർദ്ദനം, വാർഡന്മാരും പോലീസൊക്കെ കൂടി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ. അപ്പം ഹൃദയത്തിൻ്റെ വാൾവിന് ചെറിയ കേട് പറ്റിയിരുന്നു. അതിന് ശേഷം അച്ഛന് അധികം യാത്ര ചെയ്യാനോ, വളരെയധികം കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു അച്ഛന് അവസാന കാലം. അങ്ങനെ ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. 79 ആഗസ്റ്റ് 25 ഞാനും അമ്മയും ഒറ്റക്കായി. പിന്നീടാണ് ഞങ്ങൾ മൂവ്മെൻറ്റ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. ഇതിനിടക്കാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് യാക്കൂബ്, ഈ വിപ്ലവ പ്രവർത്തകനായിരുന്നു. ഇവർ അന്നത്തെ കാലഘട്ടത്തിലെ നക്സൽബാരി പ്രവർത്തകനായിരുന്നു. എന്നേക്കാളും ഇളയ ആളാണ്. എന്നാലും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുകയും അങ്ങനെ ഞങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുട്ടികളൊക്കെ ആയ ശേഷവും പിന്നീട് 86, 87 ഞാൻ അതായത് ഞങ്ങളുടെ ഈ കാലഘട്ടം കഴിഞ്ഞപ്പം ജനകീയ സാംസ്കാരിക വേദിയും കെ വേണുവിൻ്റെ പാർട്ടിയും ഒക്കെ കുറച്ച് നന്നായിട്ട് ഉയർന്നു വന്നു തുടങ്ങി. പക്ഷെ ഞങ്ങളും അവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, കുഞ്ഞിക്കൽ നാരായണന് വ്യക്തിഗതത്തിന് താല്പര്യമില്ലായിരുന്നു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, ഭരണകൂടത്തെ ആക്രമിക്കുക, ജന്മിത്വം അവസാനിപ്പിക്കുക, മുതലാളിത്തവും അവസാനിപ്പിക്കുക, സാമ്രാജ്യത്വവും ജന്മിത്വവും, ഇതാണ് മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. അപ്പം ഭരണകൂടത്തെ ആക്രമിക്കുക, ഭരണകൂട സ്ഥാപനങ്ങളെ ആക്രമിക്കുക എന്നുള്ളതിലായിരുന്നു മൂപ്പര് ഊന്നൽ കൊടുത്തത്. മൂപ്പര് ഐഡിയാസ്, ഓരോരുത്തർ ഐഡിയാസ് അല്ലേ. അതേസമയം ചാരു മജുംദാർ അങ്ങനെയല്ല, വ്യക്തിഗതത്തിലാണ്. അനൈലേഷൻ ഓഫ് ക്ലാസ് എനിമീസ് എന്നാണ്. വ്യക്തിഗതത്തിലായിരുന്നു ഊന്നൽ കൊടുത്തത്. ആ വ്യക്തിഗതത്തിൽ ഊന്നൽ കൊടുക്കുന്ന ആ നയത്തിനോട് എൻ്റെ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ആദ്യമേ അച്ഛൻ എതിർത്ത് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് യോജിച്ച് പോകാൻ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നു. നക്സൽബാരി മൂവ്മെൻറ്റ് പിളർന്നിട്ട് ഇപ്പം പിന്നീട് അച്ഛൻ വേറെ, ബാക്കിയുള്ളവരൊക്കെ വേറെ എന്നുള്ള രീതിയിൽ പോയിരുന്നല്ലോ. അവരായിട്ട് യോജിച്ച് പോകാൻ പ്രയാസമായിരുന്നു. അവർ പിന്നെയാണ് കെ വേണു, കെ എൻ രാമേന്ദ്രനൊക്കെ വരുന്നതും പുതിയ മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ടാവുന്നതും. പക്ഷെ അതിലും ഞങ്ങൾ അതിലൊന്നും പങ്കെടുക്കുന്നില്ല. ഞങ്ങളെ ഈ മൂവ്മെൻറ്റ് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഏതാണ്ട് പരാജയപ്പെട്ടു. അന്നത്തെ സഖാക്കളൊക്കെ പിൻവലിഞ്ഞു, അന്ന് ഉണ്ടായിരുന്ന സഖാക്കൾ. അതിനുശേഷമാണ് ഞാനിങ്ങനെ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും ആ ഇടയ്ക്ക് ഞങ്ങളൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേട്ടോ, റെഡ് ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതൊരു 5 ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുകയും ഞങ്ങൾ തന്നെ ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്ന, നാട് മുഴുവൻ കൊണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് നിന്നുപോയത്. പൈസ ചെലവും ഞങ്ങൾ തന്നെ. അപ്പോൾ അത് നിന്നുപോയി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വന്ന കുറച്ച് സ്ത്രീ ആക്ടിവിസ്റ്റുകൾ, അവർ ഇന്ത്യയിൽ പല പുതിയ മൂവ്മെൻറ്റ്സ്, അതായത് ഓട്ടോണോമസ് വിമൻസ് മൂവ്മെൻറ്റ്സ്, സ്വതന്ത്ര സ്ത്രീ മോചന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ബോംബെയിൽ, ഡൽഹിയിൽ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൽക്കത്ത, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ അന്ന് ഡൽഹിയിലുണ്ടായിരുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്ത്രീധന കൊലപാതകങ്ങളും സ്ത്രീധന ആത്മഹത്യകളും വളരെയധികം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ട് ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണമെന്നും ഇത് വിവാഹവും സ്ത്രീധനമായിട്ടുള്ള ബന്ധം, സ്ത്രീധനത്തിനെതിരായിട്ടുള്ള ഫൈറ്റ്, ഇതെല്ലാം ആ സമയത്ത് ഈ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇത് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കേരളത്തിലെ കുറേ ഗ്രൂപ്പുകൾ, ഇപ്പം ബോധന ഉണ്ടായ കാലത്ത് തന്നെ തിരുവനന്തപുരത്ത് പ്രചോദന ഉണ്ടായി,
ഈ സാറാ ജോസഫിൻ്റെ കീഴിലല്ല 4 ടീച്ചർമാരുണ്ട് പട്ടാമ്പി സംസ്കൃത കോളേജ്. അതിൽ 4 ടീച്ചർമാരുടെ നേതൃത്വത്തിൽ മാനുഷി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി. പിന്നെ തൃശ്ശൂർ ചേതന, ഇങ്ങനെ ചെറിയ പയ്യന്നൂർ പ്രബുദ്ധത, കോട്ടയത്ത് സഹജ, ഇങ്ങനെ 5-6 ഗ്രൂപ്പുകൾ, ചെറിയ അതായത് 5-6 മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ അതിൽ. പക്ഷെ ഇവരാരും തന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നുമല്ല. അവർ ഒരു തരം ഓട്ടോണോമസ് അതായത് ഹോമോജീനിയസ് ഗ്രൂപ്പായിരുന്നു. ഈ ഗ്രൂപ്പ് വളരെ ഡൈനാമിക്കായിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടും, സ്ത്രീ പീഡന പ്രശ്നങ്ങളിൽ ഇടപെടുകയും. ഇപ്പോൾ കോഴിക്കോട് ബോധന ആദ്യം ഇടപെട്ടത് കുഞ്ഞിബി ഇഷ്യൂവിലാണ്. കുഞ്ഞിബി എന്ന് പറഞ്ഞാൽ ഒരു വേശ്യാവൃത്തിയിൽ അകപ്പെട്ടു പോയ ഒരു പാവം സ്ത്രീ. ആ സ്ത്രീയെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ വെച്ച്, ശരിക്കും പറയുകയാണെങ്കിൽ അത് വനിതാ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ വെച്ച് പോലീസ് തന്നെ കൊന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുക. കാല് മടക്കി വെച്ചിട്ട് ജനലിൻ്റെ മുകളിലത്തെ അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് കാല് മടക്കി വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് മരിക്കുന്നത് നമുക്കറിയില്ല. അവൻ കഴുത്ത് കുരുക്ക് വീഴും മരിക്കും എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മാത്രമല്ല, അവരുടെ കൂട്ടുകാരികളായിട്ടുള്ള കുറേ, അന്ന് ബംഗ്ലാദേശ് കോളനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് പേര് ശാന്തിനഗർ കോളനി. ആ കോളനിയിലുള്ള സുഹൃത്തുക്കൾ അവർ പോലീസിന് മൊഴി കൊടുത്തിരുന്നു. ഇത് കൊലപാതകമാണ്, ഇവളെ കൊന്നത് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത്. പലരും സാക്ഷികൾ കൊല്ലുന്ന കണ്ടതല്ല, പക്ഷേ ഈ ഇവളെ പിടിച്ചുള്ള സാഹചര്യം കണ്ടതും പോലീസ് ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചതും ഇതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. മർദ്ദിച്ചതും മറ്റു തരത്തിൽ പോലീസുകാർ ഉപയോഗിക്കുന്നതും ഒക്കെ സാക്ഷികൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട്ടെ ഒരുതരം അധോലോക കേന്ദ്രമായിരുന്നു ഈ അന്നത്തെ ബംഗ്ലാദേശ് കോളനി, ഇന്നത്തെ ശാന്തിനഗർ കോളനി. ഇന്ന് അത് അധോലോക കേന്ദ്രമൊന്നും അല്ല കേട്ടോ, അതൊക്കെ മാറിപ്പോയി. അന്നത് ആയിരുന്നു. ആ സമയത്ത് അവരുടെയൊക്കെ ഭീഷണിയിൽ ഈ അധോലോകവും പോലീസും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാണ്. അപ്പം പോലീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ അറിയിക്കും. പോലീസിനെ ഉപയോഗിച്ച് സാക്ഷികളെയൊക്കെ ഭീഷണിപ്പെടുത്തുക, സ്ത്രീകളാരും സത്യം പറയാതിരിക്കുക. യഥാർത്ഥത്തിൽ ഇവളുടെ കുഞ്ഞിബിയുടെ കൂട്ടുകാരികൾ നയിച്ച ഒരു പ്രകടനവും ഒരു പൊതുയോഗവും അന്ന് കോഴിക്കോട് നടന്നിരുന്നു. മുതലക്കുളത്ത് അവരുടെ കൂട്ടുകാരികൾ പ്രസംഗിച്ചിരുന്നു. അതൊക്കെ നേതൃത്വം നൽകിയത് അന്ന് ബോധനയാണ്. അന്നൊരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, പൗരസമിതി എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളൊക്കെ ഉള്ള കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ പ്രകടനത്തിൽ പങ്കെടുക്കാനും ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാനും ഇവരാരും വന്നില്ല. ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. ഞങ്ങളെന്തായാലും നടത്തും. അവരത്രയും പേര് റെഡിയായി വന്നിട്ട് നമുക്ക് ഇന്ന് പ്രകടനം വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല, ശരിയാവില്ല, അത് അന്യായമാണ്. അങ്ങനെ ഞങ്ങൾ പോയി പങ്കെടുത്ത്. അതൊക്കെ ചരിത്രമാണ്. അതായിരുന്നു ആദ്യത്തെ ആക്ഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മാവൂർ ഗോളി റയോൺസ് തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്തു. ഗ്രോ യൂണിയൻ വാസേട്ടൻ്റെ കൂടെ അതും പങ്കെടുത്തു. അതിനുശേഷം ഞങ്ങൾ കുറേയേറെ സ്ത്രീപീഡന ആത്മഹത്യകളിലും കൊലപാതകങ്ങളിലൊക്കെ ഇടപെടുകയും അവിടെയൊക്കെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അതൊക്കെ വിശദമായിട്ട് ഞാൻ പി ടി ഉഷയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പി ടി ഉഷയുടെ ഏഷ്യാഡിൽ തോറ്റ് വരുന്ന പി ടി ഉഷയെ ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടി അവൾക്കെതിരെ തെറിയും, നീ പെണ്ണാണ്, നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, നീ നമ്പ്യാരെ ഭാര്യയായിട്ട് കഴിഞ്ഞാൽ മതി എന്നൊക്കെ തെറികൾ പറയുന്ന പോസ്റ്റേഴ്സും മുദ്രാവാക്യങ്ങളും. അവൾ ഏഷ്യാഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പയ്യോളി ടൗണിൽ ജനം അവളെ കൂടി നിന്ന് കാറിന് ചുറ്റും അസഭ്യം വിളിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. എന്നിട്ട് ഈ വീട്ടുകാരും കുറേ ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഉഷയുടെ അത്രയും ഭീകരമായ അനുഭവത്തിൽ അപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നതും അവരെല്ലാവരും കാണുന്നതും. ഞങ്ങളിവിടെ പൊതുയോഗം നടത്താൻ പോകാണെന്ന് പറയുന്നു. ഞങ്ങളുടെ പോസ്റ്റ് ഒട്ടിക്കുകയും പോലീസ് പെർമിഷൻ വാങ്ങുകയും 2 ദിവസം കഴിഞ്ഞ് അവിടെ പൊതുയോഗം നടത്തി. ഞങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ, ഞങ്ങൾക്ക് തെറി പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല, പക്ഷെ പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു പുരുഷനാണ് ഈ തരത്തിൽ പരാജയപ്പെട്ടു വന്നതെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? സാരില്ല പോട്ടമാനെ, അടുത്തതിൽ നമുക്ക് ജയിക്കാം എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. നിങ്ങളൊരു പെണ്ണായതുകൊണ്ടല്ലേ ഇത്രയും ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്തത്. ഞങ്ങൾ കൂടെ ഉണ്ട്, പി ടി ഉഷയുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ജനങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. ഇവരെ കൂടെ നിന്നിട്ട് ഇവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ജനങ്ങളാണ് ഇപ്പോൾ ഇവർ ഇത്രയും ഡീമോറലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തിൽ
ഏർപ്പെട്ടത്, അവരെ പറ്റി തെറി പറയുന്നതൊക്കെ ഞങ്ങൾ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞു. അതോട് കൂടിയിട്ട് പക്ഷേ ഞങ്ങൾ പറയുന്ന മുഴുവനും അന്ന് പയ്യോളി ഗ്രാമത്തിലെ ജനങ്ങൾ കേട്ടു കിട്ടും. ആരും ഒരു എതിർപ്പോ ഒരു കൂക്കി വിളിയോ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ വളരെ അടുത്ത് നിന്ന് ചുറ്റും റൗണ്ടായി നിന്ന് എല്ലാവരും കേട്ടു. പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറയുകയും ചെയ്തു. ഞങ്ങൾ യാതൊരു പ്രശ്നമില്ലാണ്ട് തിരിച്ചു പോയി. അതാണ് ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞ് സമ്മേളനം കഴിഞ്ഞു. സമ്മേളനം കഴിഞ്ഞതോട് കൂടിയിട്ട് ബോധന, കാരണം വല്ലാത്തൊരു ഓവർ സ്ട്രെയിൻ ആയിപ്പോയി ഞങ്ങൾക്ക്. ബോധന അങ്ങോട്ടും ഇങ്ങോട്ടും പല കച്ചകളൊക്കെ ഉണ്ടായി. ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ കുറച്ച് കാലത്തേക്ക് ഒരു പ്രവർത്തനമില്ല. അതിന് ശേഷം അത് 90 ഡിസംബർ 28 മുതൽ 31 വരെയായിരുന്നു ഈ സമ്മേളനം. 2000 സ്ത്രീകൾ പങ്കെടുത്ത ചരിത്ര പ്രധാനമായ സ്ത്രീ വിമോചന സമ്മേളനം കേരളത്തിലെ. അതൊരു ലാൻഡ്മാർക്കാണ്. കേരളത്തിലെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ വളർച്ചയിലുള്ള ഒരു ലാൻഡ്മാർക്കാണ്. അതിന് ശേഷം 93 അന്വേഷണം ഉണ്ടാകുന്നത്.